നമസ്കാരം. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട 18 പേർ പോലീസ് പിടിയിലായിരുന്നു. CBI ഏറ്റെടുത്ത കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് കേസിലെ പ്രതികൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാക്ഷികളെ സ്വാധീനിക്കാനും പ്രതികൾ ശ്രമിക്കുമോ എന്ന ആശങ്കയുടെ പുറത്താണ് ഹർജി സമർപ്പിച്ചതെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നു. കേസിൽ ഒന്നിലധികം പ്രതികൾക്കെതിരെ സാക്ഷി പറഞ്ഞിരിക്കുന്നത് വയനാടിന് അകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികളാണ്. പ്രതികളാൽ ഇവർ സ്വാധീനിക്കപ്പെടുമെന്ന ആശങ്ക കുടുംബം പങ്കുവയ്ക്കുന്നു. കൂടാതെ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകളും കുടുംബം കാണുന്നുമുണ്ട്. ഇതോടെയാണ് കേസുമായി ബന്ധപ്പെട്ട 8 പ്രതികളുടെ ജാമ്യാപേക്ഷക്കെതിരെ സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ ഉപഹർജിയുമായി കോടതിയെ സമീപിച്ചത്. പ്രതികൾ 10-ാം തീയതി ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് പിന്നീട് 14ലേക്ക് മാറ്റുകയായിരുന്നു. CBI അന്വേഷണം പോലും പൂർത്തിയാകാത്ത ഘട്ടത്തിൽ പ്രതികളെ തുറന്നുവിട്ടാൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശം കൂടി തെറ്റായിരിക്കും. ഈ ഒരു കാലയളവിൽ മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ കുറ്റവാളികളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കില്ലെന്ന പ്രതീക്ഷയുണ്ട്. CBI അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന ആവശ്യം കൂടി ഇതിന് പിന്നിലുണ്ടെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറയുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. CBI ഏറ്റെടുത്തിട്ടും കേസ് മുന്നോട്ട് പോകുന്നില്ലെന്ന പരാതി സിദ്ധാർത്ഥന്റെ കുടുംബം ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നു. എന്നാൽ നിലവിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് CBI. അന്വേഷണത്തിൽ തൃപ്തരാണെന്ന് ഇപ്പോൾ കുടുംബവും പറയുന്നു. മരണകാരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ച വിദഗ്ധോപദേശം തേടിയിരുന്നു. കേസിലെ പ്രാഥമിക കുറ്റപത്രം CBI നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ആക്രമണമാണെന്ന് CBI കോടതിയെ അറിയിച്ചിരുന്നു. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുന്നത്. പ്രതികളായ അരുൺ കോലോത്ത്, N ആസിഫ് ഖാൻ, A അൽതാഫ്, റെയ്ഹാൻ ബിനോയ്, SD ആകാശ്, S അഭിഷേക്, ഡോൺസ് ഡായ്, ബിൽഗേറ്റ് ജോഷുവ തണ്ണിക്കോട്, V നഫീസ് തുടങ്ങിയവരുടെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി 18-നാണ് കോളേജിന്റെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തുന്നത്. 16-ാം തീയതി മുതൽ സഹപാഠികൾ അടക്കമുള്ളവർ നിരന്തരമായി മർദ്ദിച്ചിരുന്നതായി കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സിദ്ധാർത്ഥ് ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. നന്ദി.